back to your English class. How are you all? I hope all of you are doing good. In the last class, we completed our lesson, Listen to the Mountain. Today we are going to our next lesson. Climate change is not hysteria, it's a fact. So, let's move to our lesson. Climate change is not hysteria, it's a fact. It's a speech made by the famous actor Leonardo DiCaprio. Leonardo DiCaprio was born on November 11, 1974. He is an American actor, producer, founder of Leonardo DiCaprio Foundation and a UN Messenger of Peace with a special focus on climate change. He gained public recognition with leading roles in drama and films before achieving international fame with James Cameron's epic romance Titanic in 1997. He is also a committed environmentalist. So this is all about Leonardo DiCaprio. So let's move to our lesson. Climate change is not hysteria, it's a fact. All of you take out page number 93 and read with me. Our lesson, Climate Change is not hysteria, it's a fact, is written by Leonardo DiCaprio. Actually, it is a speech made by him in the UN Assembly. Thank you, Mr. Secretary General, Your Excellencies, ladies and gentlemen, and distinguished guests. I am honored to be here today. I stand before you not as an expert, but as a concerned citizen. One of the 4 lakh people who marched in the streets of New York on Sunday, and the billions of others around the world who want to solve our climate crisis. And he says that we are in a trouble, we are in a crisis. Yes, climate crisis. So, he is addressing UN Assembly. He is telling thank you to Secretary General, Excellencies, ladies and gentlemen. So, Leonardo DiCaprio എന്ന് പറയുന്ന വ്യക്തി, he is an actor. അദ്ദേഹം UN അസംബ്ലിയിൽ സംസാരിക്കുകയാണ്. നമ്മുടെ ക്ലൈമറ്റ് ക്രൈസിസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവിടെ കൂടിയ ആളുകളോട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ വിഷയത്തിൽ എക്സ്പേർട്ട് അല്ല, പക്ഷേ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഇതൊക്കെ കണ്ടുകൊണ്ട് ഉത്കണ്ഠാകുലനായിട്ടുള്ള ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ എന്ത് ചെയ്യാണ്, നിങ്ങളോട് സംസാരിക്കുകയാണ്. ലാസ്റ്റ് സൺഡേ ന്യൂയോർക്ക് സിറ്റിയിൽ 4 ലക്ഷം ആൾക്കാർ മാർച്ച് ചെയ്തു. ശതകോടിക്കണക്കിന് ആളുകൾ ഈ ഒരു പ്രോബ്ലം, ലോകത്തിൽ നടക്കുന്ന ഈ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഈസ് ദ പ്രോബ്ലം? യെസ്, ദാറ്റ് ഈസ് ക്ലൈമറ്റ് ക്രൈസിസ്. നമ്മുടെ ക്ലൈമറ്റ് ക്രൈസിസ് ആണ്, നമ്മുടെ കാലാവസ്ഥാ പ്രതിസന്ധിയാണ് നമ്മളിപ്പോൾ നേരിടുന്നതിൽ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ആസ് എൻ ആക്ടർ, I pretend for a living. I play fictitious characters, often solving fictitious problems. I believe mankind has looked at climate change in that same way as it were a fiction, happening to someone else's planet. As if pretending that climate change is not real would somehow make it go away. So, we know that he is an actor. അപ്പോൾ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് അദ്ദേഹം ജീവിക്കാൻ വേണ്ടി നടിക്കുന്ന ആളാണ്, ജീവിക്കാൻ വേണ്ടി ആക്ട് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഒരുപാട് ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള, സാങ്കല്പികമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള പ്രോബ്ലംസും സോൾവ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. പക്ഷേ അദ്ദേഹം വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, മാൻകൈൻഡ് ക്ലൈമറ്റ് ചേഞ്ചിനെ കാണുന്നത് അതേ ഒരു രീതിയിലാണ്, ഫിക്ഷനായിട്ടാണ്. അല്ലെങ്കിൽ ശരിക്കും ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ഇല്ല, ഇതൊരു ഫിക്ഷനാണ് എന്നുള്ള രീതിയിലാണ് ഹ്യൂമൻ ബീയിങ്സ് ഈ ഒരു പ്രോബ്ലത്തെ സമീപിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. മാൻകൈൻഡ് ഹാസ് ലുക്ക്ഡ് അറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ആസ് ഇറ്റ് ഇസ് എ ഫിക്ഷൻ ഹാപ്പനിങ് ടു സമ്മൺ എൽസസ് പ്ലാനറ്റ്. വേറെ എവിടെയോ സംഭവിക്കുന്ന, ഭൂമിയിലല്ലാത്ത വേറെ എവിടെയോ സംഭവിക്കുന്ന ഒരു കാര്യത്തെ പോലെയാണ് ഈ ഒരു കാര്യത്തെ ബാക്കിയുള്ളവരൊക്കെ കാണുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ആസ് ഇഫ് പ്രിറ്റൻഡിങ് ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് വാസ് നോട്ട് റിയൽ വുഡ് സംഹൗ മേക്ക് ഇറ്റ് ഗ്രോ. ഇത് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു കാര്യം റിയൽ അല്ല, ഒരു യാഥാർത്ഥ്യമല്ല, ഇത് എങ്ങനെയെങ്കിലും പോയിക്കോളും, ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇറ്റ് ഈസ് നോട്ട് അവർ ഡ്യൂട്ടി ടു സോൾവ് ഇറ്റ്. ഇത് നമ്മുടെ ഡ്യൂട്ടി ആയിട്ട് ആരും കരുതുന്നില്ല, ഇതൊരു ഫിക്ഷനായിട്ടാണ് ആൾക്കാർ കരുതുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം.
But I think we know better than that. Every week we are seeing new and undeniable climate events. Evidence that accelerated climate change is here now. We know that droughts are intensifying, our oceans are warming and acidifying, with methane plumes rising up from beneath the ocean floor. We are seeing extreme weather events, increased temperature, and the West Antarctic and Greenland ice sheets melting at unprecedented rates, decades ahead of scientific projections. So, what's saying in this paragraph? But I think we know better than that. We know better than the people who marched over there. Every week we are seeing new and undeniable climate events. ഓരോ ആഴ്ചയും നമ്മൾ പുതിയ ക്ലൈമറ്റ് ചേഞ്ചസ് ആണ്. ഇറ്റ് ഇസ് അൺഡിനേബിൾ. അത് അനിഷേധ്യമാണ്, നിഷേധിക്കാനാവാത്ത അൺഡിനേബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ഈവൻസ് ആണ് എവ്രി വീക്ക് വി ആർ സീയിങ്. എവിഡൻസ് ദാറ്റ് ആക്സിലറേറ്റഡ് ക്ലൈമറ്റ് ചേഞ്ചസ് ഹിയർ നൗ. അതിൻ്റെ തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട് എന്ന് പറയാണ് അദ്ദേഹം. എന്തൊക്കെയാണ്? വി നോ ദാറ്റ് ഡ്രോട്ട്സ് ആർ ഇൻറ്റൻസിഫൈങ്. വരൾച്ച കൂടുന്നു. our oceans are warming and acidifying. ഓഷ്യൻസ്, നമ്മുടെ സമുദ്രങ്ങൾ ചൂട് പിടിക്കുന്നു, അത് അസിഡിഫൈങ് ആവുന്നു, അസിഡിറ്റി കൂടുന്നു. പിന്നെ വിത്ത് മീഥേൻ പ്ലംസ് റൈസിങ് അപ്പ് ഫ്രം ബെനീത് ദ ഓഷ്യൻ ഫ്ലോർ. യെസ്, ഓഷ്യൻ ഫ്ലോറിൽ നിന്ന്, കടലിനടിയിൽ നിന്ന് മീഥേൻ ഗ്യാസ്, മീഥേൻ പ്ലംസ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലൗഡ് സ്മോക്ക്. മീഥേൻ സ്മോക്ക് എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ദെൻ വി ആർ സീയിങ് എക്സ്ട്രീം വെതർ ഈവൻസ്. നമ്മൾ എക്സ്ട്രീം ആയിട്ടുള്ള വെതർ ഈവൻസ് ആണ് കാണുന്നത്. എന്തൊക്കെയാണ്? ഇൻക്രീസ് ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസിങ് നൗ ഡേയ്സ്, റൈറ്റ്? സോ ഇൻക്രീസ് ടെമ്പറേച്ചർ. ദെൻ വെസ്റ്റ് അന്റാർട്ടിക് ആൻഡ് ഗ്രീൻലാൻഡ് ഐസ് ഷീറ്റ് മെൽറ്റിംഗ്. വെസ്റ്റ് അന്റാർട്ടിക്കയിലെയും ഗ്രീൻലാൻഡിലേക്ക് ഐസ് ഷീറ്റുകൾ എന്ത് ചെയ്യാണ്? അസാധാരണമാം വിധം മെൽറ്റ് ചെയ്യപ്പെടുക, അത്ഭുതപൂർവമായിട്ട് എന്ത് ചെയ്യാണ്? മെൽറ്റ് ചെയ്യപ്പെടുകയാണ്. അതൊക്കെ ഉരുകാണ്. അത് ഉരുകി വരുമ്പോൾ എന്താവും? താഴേക്ക് വരുമ്പോൾ ഫ്ലഡായി മാറും. നൺ ഓഫ് ദിസ് ഇസ് റിട്ടറിക് ആൻഡ് നൺ ഓഫ് ഇറ്റ് ഇസ് ഹിസ്റ്റീരിയ. ഇറ്റ് ഇസ് എ ഫാക്ട്. ദ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി നോസ് ഇറ്റ്, ദ ഇൻഡസ്ട്രി നോസ് ഇറ്റ്, ദ ഗവൺമെൻറ്റ്സ് നോ ഇറ്റ്. Climate change is our single greatest security threat. So here the speaker explains about the present situation. None of this is rhetoric. ഇതൊന്നും തന്നെ, ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അലങ്കാരപൂർണ്ണമായിട്ടോ സാഹിത്യപരമായിട്ടോ പറയുന്നതല്ല. ആൻഡ് നൺ ഓഫ് ഇറ്റ് ഇസ് ഹിസ്റ്റീരിയ. ഇതൊന്നും എക്സാഗ്രേഷൻ ആയിട്ടുള്ളോ ഇമോഷനോ എക്സൈറ്റ്മെൻറ്റോ അല്ല, ഉണ്ടാക്കി പറയുന്ന ഒരു തരം കാര്യങ്ങളല്ല. ഇറ്റ് ഇസ് എ ഫാക്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ദ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി നോസ് ഇറ്റ്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം, നമ്മുടെ ഇൻഡസ്ട്രിക്ക് അറിയാം, ഗവൺമെൻറ്റ്സിനറിയാം. ക്ലൈമറ്റ് ചേഞ്ച് ആണ് നമ്മൾ ഇന്ന് നേരിടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സിംഗിൾ ഗ്രേറ്റസ്റ്റ് സെക്യൂരിറ്റി ത്രെട്ട്. നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു ഭീഷണി എന്ന് പറയുന്ന, ഒരു സെക്യൂരിറ്റി ഭീഷണി എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ആണെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. മൈ ഫ്രണ്ട്സ്, ദിസ് ബോഡി പെർഹാപ്സ് മോർ ദാൻ എനി അതർ ഗാദറിംഗ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി now faces this difficult but achievable task. You can make history or you will be vilified by it. To be clear, this is not about just telling people to change their light bulbs or buy a hybrid car. This disaster has grown beyond the choices that individuals make. This is now about our industries and our governments around the world taking decisive large-scale action. So he explains about it. My friends, this body perhaps more than any other gathering in human history. ഈ ഒരു ഒത്തുചേരൽ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ഹിസ്റ്ററിയിലെ മറ്റേത് ഒത്തുചേരലുകളേക്കാളും വലുതാണ് എന്ന് പറയുകയാണ് അദ്ദേഹം. നമ്മൾ ഇന്ന് നേരിടുന്ന ഈ ഒരു പ്രോബ്ലം എന്താണ്? അച്ചീവബിൾ ആയിട്ടുള്ള ടാസ്ക്കാണ്. നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ, പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അച്ചീവബിൾ ആയിട്ടുള്ള ടാസ്ക്കാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇതിനെതിരെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു കാലത്ത് ഇതിനെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കേണ്ടി വരും എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? ഇത് ഒരു മനുഷ്യൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഒരാളുടെ വീട്ടിലെ ലൈറ്റ് ബൾബ് മാറ്റുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് കാർ വാങ്ങുന്നതിനെ കുറിച്ചോ അത്രയും സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല. ഈ ഡിസാസ്റ്റർ നമ്മുടെയൊക്കെ ചിന്തകൾക്കും അതീതമായിട്ട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. സോ
This is now about our industries and our governments around the world taking decisive large scale action. നമ്മൾ ഓരോരുത്തരും സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഓരോരുത്തരും തീരുമാനം എടുക്കേണ്ട സമയമല്ല. നമ്മുടെ ഗവൺമെൻറ് വൈഡായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രീസ് മൊത്തത്തിൽ ലാർജ് സ്കെയിലായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കേണ്ട സമയമാണ് ഇത് എന്ന് അദ്ദേഹം പറയുകയാണ്. I am not a scientist, but I don't need to be. Because the world scientific community has spoken and they has given us our prognosis. If we do not act together, we will surely perish. So he says that he is not a scientist. We know that he is an actor, right? So I am not a scientist, but I don't need to be. എനിക്ക് അങ്ങനെ ആവുകയും വേണ്ട. പക്ഷേ നമ്മുടെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി, നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെല്ലാവരും കൂടി നമ്മളോട് ഇത് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് അതിവേഗമായിട്ട് ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ഇത്രയും വലിയൊരു ത്രെട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരവരുടെ രോഗനിർണയം, അവരുടെ പ്രോഗ്നോസിസ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ഇറ്റ്സ് അവർ ടൈം ടു ആക്ട്. സോ ഇഫ് വി ഡു നോട്ട് ആക്ട് ടുഗെദർ, നമ്മൾ ഒന്നിച്ചിതിനെതിരെ പോരാടിയില്ലെങ്കിൽ നമ്മൾ എന്താവും? ഷുവർലി വി വിൽ പെരിഷ്. നമ്മളെല്ലാവരും കൂടി നശിച്ചു പോവും. നമ്മളെല്ലാവരുടെയും നിലനിൽപ്പ് തന്നെ ആപത്തിലാണ് എന്ന് അദ്ദേഹം പറയുകയാണ് ഈ ഒരു സ്പീച്ചിലൂടെ. ഓക്കെ, സോ ഓൾ ഓഫ് യു റീഡ് ദ ലെസൺ വൺസ് മോർ ആൻഡ് റൈറ്റ് ദ നോട്ട്സ്. So thank you dears. Now let's wind up our class. Take care. Bye.